ഡോക്ടർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് നമ്മൾക്ക് റേഡിയേഷനും അതുപോലെ കീമോയും പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അല്ലാതെ അത്യനൂതനമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? പുതിയതായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ സർജറി എന്ന് തന്നെ പറയുകയാണെങ്കിൽ സർജറിയിൽ പോകുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് സർജറി മിനിമലി ഇൻവേസീവ് സർജറിയാണ് ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറീസ്, റോബോട്ടിക് സർജറീസൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ റേഡിയേഷൻ സംബന്ധിച്ചാണ് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊടുക്കുന്നതിനുള്ള ഇതുകൾ IGRT, IMRT, അതുപോലെ സൈബർ നൈഫ് പോലെയുള്ള റേഡിയേഷൻ്റെ ഇതിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പുരോഗതി വന്നിരിക്കുന്നത് നമ്മൾ സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ്. അത് പണ്ടെല്ലാം സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി മാത്രമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെയധികം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വളരെ ബയോളജിക്കൽ തെറാപ്പി വന്നു, ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയും, നമുക്ക് ശരീരത്തിലുള്ള മ്യൂട്ടേഷൻസിന് സ്പെസിഫിക് ഡാമേജ് കണ്ടുപിടിച്ച് അതിന് ഇഫക്റ്റീവായിട്ടുള്ള ടാർഗറ്റഡ് മോളിക്യൂൾസ് ലഭ്യമാണ്. അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണം കൂട്ടുന്നതിന് നല്ലതാണ്. ഇപ്പോൾ വേറെ ഇതിലുള്ളത് ഇമ്മ്യൂണോതെറാപ്പി ഈസ് കമ്മിങ് ഇൻ എ ബിഗ് വേ. വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് ഇമ്മ്യൂണോതെറാപ്പി. അത് വളരെയധികം ക്യാൻസറുകൾക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഇമ്മ്യൂണോതെറാപ്പി. ഇതെല്ലാം വളരെ നമുക്ക് പാർശ്വഫലങ്ങൾ കുറയുകയും ഗുണം കൂട്ടുന്ന തരത്തിലുള്ള പല മോളിക്യൂൾസ് ഇന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്.